പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ചക്കയുടെ കൂഞ്ഞിലാണ്. ചക്ക എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന സാധനം. ഇത് തോരൻ വെക്കാൻ, തേങ്ങ വറുത്തരച്ച് മസാലക്കറി വെക്കാനൊക്കെ വളരെ നല്ലതാണ്. അത് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു തോരനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അമ്മ ഇതുണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല രുചികരമായൊരു തോരനാണ്. ഈ തോരൻ്റെ മുമ്പിൽ വേറൊരു തോരന് സാധുണ്ടോയെന്ന് പോലും അറിയില്ല. ഏറ്റവും നല്ല തോരനാണിത്. അതിനുവേണ്ടി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരപ്പിന് ആവശ്യമായ കുറച്ച് നാളികേരം, 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരകല്ലി ചതച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പിന്നെ ഇത് കടുക് വറക്കാൻ, താളിക്കാൻ കുറച്ച് വറ്റൽമുളക് 2 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കാന്താരി, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കാന്താരി ഒന്നും വേണ്ട, ഞാൻ ചുമ്മാതെ എടുത്തതാണ്. പിന്നെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തി ചേർക്കാൻ തോരന്. അങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് അരി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അരി വറുത്തത് ഇടുമ്പോഴേ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റും. അതിനാണ് ഈ അരി വറുത്തതിൽ ചേർക്കുന്നത്. കടുക് ഇതിൽ ചേർത്തിട്ടില്ല. ഇനി അതിൻ്റെ അകത്ത് വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഒന്നുകൂടെ ചേർത്തൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നറിയില്ല. ഞാനിവിടെ ചക്ക എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അതിൻ്റെ കൂഞ്ഞിലിട്ട് തോരൻ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് വാഴക്കൂമ്പ് തോരൻ വെക്കും. പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നതേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തോരൻ വെച്ചൊക്കെ കഴിക്കണം. കാരണം മായമില്ലാത്ത സാധനങ്ങളല്ലയോ. ഇനി അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കയുടെ കൂഞ്ഞിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർക്കാം. ഞാൻ ആദ്യം എപ്പോഴും കുറച്ച് ഉപ്പേ ചേർക്കാറുള്ളൂ. പിന്നെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർക്കും. ഇനി ഇതിൻ്റെയൊക്കെ വേവാൻ കുറച്ച് വെള്ളം വേണം. കൂഞ്ഞിലിന് കുറച്ച് വേവുണ്ട്. അതിന് വേവാൻ ആവശ്യമായ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു പാത്രം വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ചെറുതീയിൽ. അപ്പോൾ നല്ലവണ്ണം ആവി വരുമ്പോൾ ഇതിൻ്റെ അകത്തെ സാധനങ്ങളെല്ലാം നല്ലവണ്ണം വെന്ത് വരും. ഇത് വെന്തോന്നൊന്ന് നോക്കിയാണ്. കുറച്ചുകൂടെ വേവാനുണ്ട്. വീണ്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ. ഇതൊന്നായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, പിന്നെ തേങ്ങ എല്ലാം കൂടെ ചേർത്ത് അരപ്പ്. അതിലേക്ക് അരപ്പ് കലക്കി ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരപ്പിലൊന്ന് ആവിയൊക്കെ ഒന്ന് വരണം അതിൽ. ഇനി അത് വെന്തോന്നൊന്ന് നോക്കുന്നുണ്ട്. ഒന്ന് ആവി വന്നതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ ഞാൻ കറിവേപ്പില മാത്രം ചേർക്കാൻ വിട്ടതല്ല, ഇവിടെ പറമ്പിലില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി പുറത്തുനിന്ന് കടയിൽ പോകുമ്പോൾ വാങ്ങിക്കണം. അപ്പം ഇതിൽ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയൊരു കൊച്ച് 1/4 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു വേറൊരു ടേസ്റ്റും വേറൊരു ഫ്ലേവറും കിട്ടും ഈ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മുടെ കൂണിൻ്റെ തോരനൊക്കെ ഇല്ലേ, അതുപോലെ അതിനേക്കാട്ടി നല്ല രുചികരമായ ഒരു തോരനാണ്. ഇതുണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി കഴിക്കണം. വളരെ നല്ല ഒരു തോരനാണ്. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പം നല്ലവണ്ണം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ചക്കയുടെ കൂഞ്ഞിൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എളുപ്പത്തിലുണ്ടാക്കാം.
ചക്കയൊക്കെ എടുക്കുമ്പോഴേ അതിൻ്റെ അകത്തെ ഈ കൂഞ്ഞിൽ കളയാതെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കണം. വളരെ നല്ല രുചികരമായ ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി വേറൊരു വിഭവമായിട്ട് വേറൊരു ദിവസം കാണാം. ഇത് ഉണ്ടാക്കാത്തവർ ഇതുപോലൊന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണേ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഇതാണോ പേര് പറയുന്നത്, ചക്കയുടെ കൂഞ്ഞിലെന്നാണോ പറയുന്നത്? ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു.